എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സുശീല എല്ലാരും വിളിച്ചു. ഹലോ, ഇപ്പോൾ ദിവാലി അല്ലേ, അപ്പോൾ നല്ലൊരു ബർഫി ഉണ്ടാക്കാമെന്ന് കരുതി. ബേസൻ വെച്ചിട്ടുള്ള നമ്മളെ കടലമാവ് വെച്ചിട്ടുള്ള ബർഫി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/4 കപ്പ് ഗീയും 1 കപ്പ് കടലക്കപ്പൊടിയും 2 ടേബിൾ സ്പൂണ് റവയും ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കടലമാവ് ഗീയൊക്കെ ആയിട്ട് നല്ല പോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഏതാണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഇതിനെ ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് സിറപ്പാക്കിയെടുക്കണം. സിക്സ് ടു 7 മിനിറ്റ്സ് അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു ഇത് ടെക്സ്ചർ കിട്ടുമല്ലോ, സ്റ്റിക്കി ആയിട്ടുള്ള. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കടലമാവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു മോൾഡിലേക്ക് ബട്ടർ പേപ്പർ കുറച്ച് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ഇതിലേക്ക് ഇതൊന്ന് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആ ലെവൽ ചെയ്ത് എടുത്തതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ചോപ്പ് ചെയ്തതും വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റായിട്ടുണ്ടാകും. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിതെടുത്തിട്ടുണ്ട്. ആ മോൾഡിൽ നിന്നും ഇത് മാറ്റുന്നുണ്ട്. ഇപ്പൊ എന്താന്നറിയില്ല, എനിക്ക് റവ കൂടിപ്പോയതായിട്ടാണ് തോന്നിയത്. കഴിക്കുമ്പോൾ നല്ല ഹാർഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, എനിക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എല്ലാ റെസിപ്പിയും സക്സസ് ആവാറുണ്ട്. അപ്പോൾ ഫ്ലോപ്പായിട്ടുള്ള ഒരു റെസിപ്പി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഞാൻ വിചാരിച്ചത് വേറൊന്നും ആയി കിട്ടിയത് വേറൊന്നും ആയിപ്പോയി. ആകെ മൂഡ് പോയി. ആ ഒരവസ്ഥയിലാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സുശീല എല്ലാരും വിളിച്ചു.